Hi friends, welcome back to Bosco Campus Vision. Today we are going to discuss the topic ASP.NET Web Form Models and Applications for Semester 5 BCE students. ASP.NET Web Forms Model. ASP.NET Web Forms extend the event-driven model of interaction to the web applications. The browser submits a web form to the web server and the server returns a full markup page or HTML page in response. So ASP.NET Web Form എന്ന് പറയുന്നത് ശരിക്കും ഒരു ഇവൻറ്റ് ഡ്രിവൻ മോഡൽ ഓഫ് ഇൻട്രാക്ഷൻ ആണ്. ഇവിടെ ശരിക്കും ബ്രൗസർ വെബ് സെർവറിലേക്ക് വെബ് ഫോം സബ്മിറ്റ് ചെയ്യുകയും അവിടെ നിന്നും സെർവർ തിരിച്ച് ഒരു HTML പേജ് റെസ്പോൺസ് ആയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഹിയർ ഓൾ client side user activities are forwarded to the server for stateful processing and the server processes the output of the client actions and triggers the reactions. ഇവിടെ ശരിക്കും ക്ലയൻറ്റ് സൈഡ് യൂസർ ആക്ടിവിറ്റീസ് സെർവറിലേക്ക് ഫോർവേഡ് ചെയ്യുകയും ആൻഡ് അവിടെ നിന്നും ഔട്ട്പുട്ട് ക്ലയൻറ്റ് ആക്ഷൻസ് ആയിട്ടും തിരിച്ച് ട്രിഗർ റിയാക്ഷൻസ് ആയിട്ടും ഗിവ് ആൻഡ് ടേക്ക് ചെയ്യുകയാണ് ഈ ഒരു വെബ് സെർവർ ക്ലയൻറ്റ് സെർവർ ആക്ടിവിറ്റീസിൽ നടക്കുന്നത്. ആസ് വി ഓൾ നോ ദാറ്റ് HTTP is a stateless protocol. An ASP.NET framework helps in storing the information regarding the state of the application, which consists of page state and session state. HTTP ഒരു സ്റ്റേറ്റ്ലെസ് പ്രോട്ടോക്കോൾ ആണെന്ന് നമുക്കറിയാം. അതായത് ഇവർ റിക്വസ്റ്റുകളുടെ ഒന്നും സെർവർ സൈഡിലെ റിക്വസ്റ്റുകളുടെ ഒന്നും ഇൻ ഡേറ്റാസ് കീപ്പ് ചെയ്യത്തില്ല. സോ അതുകൊണ്ട് തന്നെ ഈ ഇൻഫർമേഷനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ASP.NET ഫ്രെയിം വർക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പേജ് സ്റ്റേറ്റ് ആൻഡ് സെഷൻ സ്റ്റേറ്റ്. സോ പേജ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇസ് ദ സ്റ്റേറ്റ് ഓഫ് ദ ക്ലയൻറ്റിൻ്റെ സ്റ്റേറ്റ് ആണ് പേജ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ദറ്റ് ഈസ് കണ്ടൻറ്റ് ഓഫ് വേരിയസ് ഫീൽഡ്സ് ഇൻ ദ വെബ് ഫോം. അതായത് ക്ലയൻറ്റ് ഇൻട്രാക്ട് ചെയ്യുന്ന സ്റ്റേജിൽ എന്തൊക്കെ ഡേറ്റാസ് ഇൻപുട്ട് ചെയ്യുന്നോ അതെല്ലാം കീപ്പ് ചെയ്യുന്നത് പേജ് സ്റ്റേറ്റിലായിരിക്കും. ആൻഡ് ദ സെഷൻ സ്റ്റേറ്റസ് the collective information obtained from various pages the user visited and worked with it. അതായത് ആ സെഷനിലെല്ലാം യൂസർ അതായത് ഈ പേജസിലെല്ലാം യൂസർ വിസിറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ പേജസിൻ്റെയും ഇൻഫോർമേഷൻസ് ഈ സെഷൻ സ്റ്റേറ്റിൽ നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് ദ ഓവറോൾ സെഷൻ സ്റ്റേറ്റ്. ഫോർ എക്സാമ്പിൾ ഒരു ഷോപ്പിംഗ് സൈറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ യൂസർ സെലക്ട് ചെയ്യുന്ന ഐറ്റംസ് ഷോപ്പിംഗ് കാർട്ടിലേക്ക് ആഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അതായത് ഡിഫറെൻറ്റ് പേജസിൽ നിന്ന് യൂസർ ഐറ്റത്തെ സെലക്ട് ചെയ്യുകയും ആ സിസ്റ്റത്തെ ഐറ്റം പേജ് എന്ന് വിളിക്കുന്നു. സോ ദ ഐറ്റംസ് ആർ സെലക്റ്റഡ് ഫ്രം എ പേജ് വി സേ ദ ഐറ്റം പേജ് ആൻഡ് ദ ടോട്ടൽ കളക്റ്റഡ് ഐറ്റംസ് ആൻഡ് പ്രൈസ് ആർ ഷോൺ ഓൺ ഡിഫറെൻറ്റ് പേജ്. നമ്മൾ അങ്ങനെ പലപ്പോഴായിട്ട് സെലക്ട് ചെയ്യുന്ന പല പേജുകളിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഐറ്റത്തെയും അതിൻ്റെ പ്രൈസിനെയും ഒരു ഡിഫറെൻറ്റ് പേജിൽ കാണിക്കുകയാണ് ചെയ്യുന്നത്. സോ ആ പേജിനെയാണ് നമ്മൾ കാർട്ട് പേജ് എന്ന് പറയുന്നത്. പല പല പേജുകളിൽ നമ്മൾ ഐറ്റത്തെ സെലക്ട് ചെയ്യുന്നു, ദാറ്റ് ഇസ് ഐറ്റം പേജ്. ആൻഡ് ഈ ഹോൾ ഐറ്റത്തെ ഒരുമിച്ച് ഒരു പേജിൽ അതിൻ്റെ പ്രൈസ് ഉൾപ്പെടെ ഡിസ്പ്ലേ ചെയ്യുന്നത് ദാറ്റ് ഇസ് കാർട്ട് പേജ്. സോ ഒരിക്കലും HTTPക്ക് ഈ ഒരു ഇൻഫർമേഷന് വേരിയസ് പേജസിൻ്റെ ഇൻഫർമേഷനെ കീപ്പ് ചെയ്യാൻ സാധിക്കത്തില്ല, ബിക്കോസ് ഇറ്റ് ഇസ് എ സ്റ്റേറ്റ്ലെസ് പ്രോട്ടോക്കോൾ. സോ അതുകൊണ്ട് തന്നെ ASP.NET സെഷൻ സ്റ്റേറ്റും അതിൻ്റെ സെർവർ സൈഡ് ഇൻഫ്രാസ്ട്രക്ചറുമാണ് ഈ ഇൻഫർമേഷൻസിനെ കീപ്പ് ചെയ്യുന്നത്. ഈ ഓരോ സെഷനിലുള്ള ഇൻഫർമേഷൻസിനെ ഗ്ലോബലി കളക്ട് ചെയ്ത് കീപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ASP.NET സെഷൻ സ്റ്റേറ്റ്. ആൻഡ് ഓൾസോ സെർവർ സൈഡ് റിക്വസ്റ്റ് റെസ്പോൺസ് ടു ആൻഡ് ഫ്രം റിക്വസ്റ്റ് റെസ്പോൺസ് നടക്കുന്നതും അതിൻ്റെ ബാക്കിയുള്ള ഫോർമാലിറ്റീസ് എല്ലാം റൺ ചെയ്യാനും
ഈ ASP.NET ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. That is, the ASP.NET runtime carries the page state to and from the server across page request while generating ASP.NET runtime codes and incorporates the state of the server-side components in hidden fields. So, ഇവിടെ ഒരു ടു ടയർ കണക്ഷനാണ് നടക്കുന്നത്, ടു ആൻഡ് ഫ്രം കണക്ഷൻ ഫ്രം client server. This way the server becomes aware of the overall application state and operates in a two-tiered connected way. ശരിക്കും ഒരു ക്ലയൻറ്റ് സെർവർ കമ്മ്യൂണിക്കേഷനാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. വെബ് ഫോംസിലൂടെ ബ്രൗസർ സെർവറിലേക്ക് റിക്വസ്റ്റ് കൊടുക്കുന്നു, അവിടുന്ന് ഒരു HTML പേജിലൂടെ തിരിച്ച് സെർവർ റെസ്പോണ്ട് ചെയ്യുന്നു. ആൻഡ് ഓൾസോ ഇവിടെ ആക്ഷൻ റിയാക്ഷൻസ് കൺസിഡർ ചെയ്യുന്നത് പേജ് സ്റ്റേറ്റ്, സെഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന രണ്ട് കോൺസെപ്റ്റിലൂടെയാണ്. HTTP പ്രോട്ടോക്കോളാണ് ഇവിടെ കമ്മ്യൂണിക്കേഷന് ഹെൽപ്പ് ചെയ്യുന്നെങ്കിൽ പോലും ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ട് അവിടെ ASP.NET സപ്പോർട്ട് ചെയ്യുന്ന പേജ് സ്റ്റേറ്റ്, സെഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന രണ്ട് കോൺസെപ്റ്റാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അതിൽ സെഷൻ സ്റ്റേറ്റ് ഹോൾ പേജസിൻ്റെയും അല്ലെങ്കിൽ ഹോൾ ഇൻഫർമേഷൻസിൻ്റെ ഡീറ്റെയിൽസ്, സെഷൻസിൻ്റെ ഇൻഫർമേഷൻസ് കീപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് ടു ആൻഡ് ഫ്രം കമ്മ്യൂണിക്കേഷൻ ഈസി ആയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും ഈ ഒരു സ്റ്റേറ്റിലൂടെ, അതായത് പേജ് സ്റ്റേറ്റിലും സെഷൻ സ്റ്റേറ്റിലൂടെ. ASP.NET Applications. So the ASP.NET is a technology or an application framework from Microsoft for developing web applications to produce dynamic web pages. As we all know that it's a web development application to produce dynamic web pages. And these applications are classified into three: desktop application, mobile application and web application. The desktop application is specially developed for desktop. You need to install the software to use that services. For example, Notepad, MS Word, etc. etc. ഏത് സോഫ്റ്റ്വെയർ ആയാലും നമുക്ക് ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷനിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഏതൊരു സോഫ്റ്റ്വെയറിനെയും നമുക്ക് ഇതിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ആൻഡ് സെക്കൻഡ് വൺ ഇസ് മൊബൈൽ ആപ്ലിക്കേഷൻ. ഇത് എസ്പെഷ്യലി ഫോർ മൊബൈൽ ഡിവൈസസിന് വേണ്ടിയിട്ടാണ്. മൊബൈൽ ഡിവൈസസിന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻസിനെല്ലാം ഇതുവഴി നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഫേസ്ബുക്ക് ആപ്പ്, ജിമെയിൽ ആപ്പ്, ഇതെല്ലാം മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ് എന്നുള്ളത്. സോ അങ്ങനെയുള്ള ആപ്പുകളെല്ലാം ഡെവലപ്പ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യും. ആൻഡ് തേർഡ് വൺ ഇസ് വെബ് ആപ്ലിക്കേഷൻ. It will be installed on a centralized server or web server and then going to access from various customer devices with the help of internet. അപ്പം നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ഈ പറയുന്ന ആപ്ലിക്കേഷൻസിനെ ആക്സസ് ചെയ്യാൻ പറ്റും. സെൻട്രലൈസ്ഡ് സെർവറിലോ വെബ് സെർവറിലോ നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്യുകയും പിന്നെ കസ്റ്റമേഴ്സിന് ഇൻ്റർനെറ്റിൻ്റെ ഹെൽപ്പോടു കൂടി ഡിവൈസിലേക്ക് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്ന ആപ്ലിക്കേഷൻസ്, വെബ് ആപ്ലിക്കേഷൻസ്. സോ 3 കാറ്റഗറീസ് ആയിട്ടാണ് ASP.NET ആപ്ലിക്കേഷൻസ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്: വെബ് ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ, മൊബൈൽ ആപ്ലിക്കേഷൻ ആൻഡ് വെബ് ആപ്ലിക്കേഷൻ. This is the figure showing web application. We can access the web application from these devices, that is from laptop or desktop, through mobile, through smart TV, etc. So there is a web server providing the web applications, and these web applications can be accessed through these devices, the laptop, desktop, mobile, smart TV, etc. You can access web applications from any ഡിവൈസസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻ്റർനെറ്റ്. നമ്മൾ പ്രീവിയസ് ഫിഗറിൽ പറഞ്ഞ ഏതൊരു ഡിവൈസിൻ്റെ ഹെൽപ്പോട് കൂടിയും നമുക്ക് വെബ് ആപ്ലിക്കേഷൻ ആക്സസ് ചെയ്യാൻ പറ്റും. അതായത് ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ്, മൊബൈൽ, സ്മാർട്ട് TV എന്തോ ആയിക്കോട്ടെ, ആ ഡിവൈസുകളുടെ ഹെൽപ്പോട് കൂടി നമുക്ക് വെബ് ആപ്ലിക്കേഷൻസ് ആക്സസ് ചെയ്യാൻ പറ്റും വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റ് ഹെൽപ്പ് ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൂടാതെ ഒരു ബ്രൗസറിൻ്റെ ഹെൽപ്പ് കൂടെ വേണം.
So along with that we need a browser to access that applications. So ഒരു നെറ്റ് കണക്ഷനും ആൻഡ് എ ബ്രൗസറും ഉണ്ടെങ്കിൽ നമുക്ക് ഈ വെബ് ആപ്ലിക്കേഷൻസിന് പറഞ്ഞ ഡിവൈസിലൂടെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ നമുക്ക് ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈറ്റ് ആയിക്കോട്ടെ, നമ്മൾ ഒരിക്കലും ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമില്ല. ദർ ഇസ് നോ നീഡ് ടു ഇൻസ്റ്റാൾ എനി അതർ ആപ്ലിക്കേഷൻസ്. ഓൺലി വാട്ട് വി നീഡ് എ ബ്രൗസർ ആൻഡ് എ നെറ്റ് കണക്ഷൻ. ഈ നെറ്റ് കണക്ഷനും ബ്രൗസറും ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വെബ് ആപ്ലിക്കേഷൻസിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ASP.NET ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം. സോ വാട്ട് ദ ASP.NET നീഡ്സ്. 5 കാര്യങ്ങളാണ് അത്യാവശ്യം നമുക്ക് ഈ ഒരു വർക്കിങ്ങിന് വേണ്ടിയിട്ട് വേണ്ടുന്നത്. ഫസ്റ്റ് വൺ ഇസ് HTML, സെക്കൻഡ് വൺ ഇസ് കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്സ്, ആൻഡ് തേർഡ് വൺ ഇസ് എ ജാവാസ്ക്രിപ്റ്റ് or jQuery, and fourth one is ASP.NET, and fifth one is a web server. So HTML എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഔട്ട്പുട്ട് ബ്രൗസ് ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ASP.NETന് ആവശ്യം വരുന്ന ഘടകങ്ങളിലൊന്നാണ്. 2 കാസ്കാഡിംഗ് സ്റ്റൈൽ ഷീറ്റ്സ്. നമ്മുടെ വെബ്സൈറ്റ് അട്രാക്റ്റീവും ബ്യൂട്ടിഫുള്ളും ഒക്കെ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫീച്ചേഴ്സാണ് ഈ കാസ്കാഡിംഗ് സ്റ്റൈൽ ഷീറ്റ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ jQuery ആവശ്യമായ ഒന്നാണ്. അതായത് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് പെർഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ സെർവർ സൈഡ് സ്ക്രിപ്റ്റിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ASP.NET വിത്ത് ദ ഹെൽപ്പ് ഓഫ് C# ലാംഗ്വേജ്. ആൻഡ് വെബ് സെർവർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഡെവലപ്പിങ്ങിന് ശേഷം നമുക്ക് ഏതൊരു ആപ്ലിക്കേഷനും ഇൻസ്റ്റാൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് സെർവറിൻ്റെ സഹായം ആവശ്യമാണ്. സോ ആഫ്റ്റർ ഡെവലപ്പിംഗ് ഇൻസ്റ്റാളിംഗ് ദ വെബ് ആപ്ലിക്കേഷൻസ് ഓൺ വെബ് സെർവർ വി നീഡ് ടു ആക്സസ് ദ ഇൻ്റർനെറ്റ് ഫെസിലിറ്റി. അതായത് വെബ് സെർവറിൻ്റെ ഹെൽപ്പോട് കൂടി മാത്രമേ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതിന് എക്സാമ്പിളാണ് IIS, അപ്പാച്ചി ടോംകാറ്റ്, ഗൂഗിൾ വെബ് സെർവർ. ഇതൊക്കെ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻസ് ആക്സസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന വെബ് സെർവറിന് എക്സാമ്പിളുകളാണ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് വെബ് ഫോംസ് മോഡൽസ് ആണ്. അതായത് ക്ലയൻറ്റ് സെർവർ റിക്വസ്റ്റ് ആൻഡ് റെസ്പോൺസ് എങ്ങനെയാണ് ഇവിടെ പെർഫോം ചെയ്യുന്നത്. അതിൽ പേജ് സ്റ്റേറ്റും സെഷൻ സ്റ്റേറ്റും നമ്മൾ കണ്ടു. സോ ഈ HTTP സ്റ്റേറ്റ്ലെസ് പ്രോട്ടോക്കോളിലൂടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ പേജ് സ്റ്റേറ്റിൻ്റെയും സെഷൻ സ്റ്റേറ്റിൻ്റെയും ഹെൽപ്പോട് കൂടിയാണ് ഈ ഇൻഫോർമേഷൻസിനെ എല്ലാം നമ്മൾ കളക്ട് ചെയ്യുകയും കീപ്പ് ചെയ്യുകയും വർക്ക് ചെയ്യുകയും ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് കണ്ടതാണ് ASP.NETൻ്റെ ആപ്ലിക്കേഷൻസ്. മെയിൻലി 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരുന്നു. ദാറ്റ് ഇസ് ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ, മൊബൈൽ ആപ്ലിക്കേഷൻ ആൻഡ് വെബ് ആപ്ലിക്കേഷൻ. സോ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ പ്യുവർലി ഫോർ ഡെസ്ക്ടോപ്പ് സിസ്റ്റംസ്, മൊബൈൽ ആപ്ലിക്കേഷൻ മൊബൈൽ ഡിവൈസസിലൂടെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻസിനെല്ലാം. ആൻഡ് വെബ് ആപ്ലിക്കേഷൻസ് ഒരു സെൻട്രലൈസ്ഡ് വെബ് സെർവറിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് കസ്റ്റമറിൻ്റെ നീഡിനനുസരിച്ച് ആപ്ലിക്കേഷൻസിനെ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ ആക്സസ് ചെയ്യുന്നു. ആൻഡ് ഈ വെബ് ആപ്ലിക്കേഷൻസിനെല്ലാം ആക്സസ് ചെയ്യണമെങ്കിൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡിവൈസസ്, ദാറ്റ് ഇസ് ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ്, മൊബൈൽ, സ്മാർട്ട് TV, എക്സെട്ര. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദീസ് ഡിവൈസസ് വി ക്യാൻ ആക്സസ് ദ വെബ് ആപ്ലിക്കേഷൻസ് along with the help of a browser and an internet connection. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ASP.NETന് ആവശ്യമായ കാര്യങ്ങളാണ്. ദാറ്റ് ഇസ് HTML, കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്സ്, jQuery, ASP.NET ആൻഡ് വെബ് സെർവർ. Assignment questions. First one, explain page state and session state. Second one, list and explain the ASP.NET applications. Hope you all understand this session. Thank you for watching Bosco Campus Vision. Bye.